Good afternoon. Okay. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good Good afternoon. Good afternoon. Good afternoon, ma'am. 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 Good afternoon. Okay. Answer കഴിച്ചു എല്ലാവരും. Yes. Yes. ശരിയാണോ ക്ലാസ്സില്? യെസ്, എല്ലാവരും റെഡിയാണ് അല്ലേ? Yes. Yes. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? How are you? Fine, ma'am. Fine. Fine, ma'am. Fine. Fine. Okay. Yeah. Okay, fine. Okay. Class start ചെയ്യാം നമുക്ക്. ക്ലാസ്സില് 120 ആണല്ലേ? ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇതില് എന്താ അത്യാവശ്യം അറിയാവുന്നവരുണ്ടാകും, ഒട്ടും അറിയാത്തവരുണ്ടാവും. ഓക്കെ. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ എന്താണ് ഒരു നന്നായിട്ട് അറിയാവുന്നവര്, ഒക്കെ അറിയാത്തവരുണ്ട് അല്ലെ? ഇംഗ്ലീഷ്. അപ്പൊ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ബേസിക് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? ആർക്കൊക്കെയാണ് ബേസിക് അറിയാത്തവരും അറിയുന്നവരും ഉണ്ടോ? ഒന്ന് പറയാവോ ആരെങ്കിലും? ബേസിക് അറിയില്ല, അറിയാത്തവരുണ്ടോ? അറിയില്ല, മാം. അറിയില്ല. അറിയില്ല. Tension വരുമ്പോൾ കൺഫ്യൂഷൻ ആവും മാം. അറിയില്ല. അപ്പൊ നമുക്ക് ബേസിക് മുതൽ തുടങ്ങാം. കേൾക്കുമ്പോൾ അറിയാവുന്നവർക്ക് ചിലപ്പോൾ ഓൾറെഡി, കാരണം അവർക്ക് ഓൾറെഡി അറിയാമല്ലോ. അറിയാത്തവര് നന്നായി ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് റിവൈൻഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോ അവർക്ക് നമുക്ക് എന്താ അറിയാത്തവർക്കും കൂടെ ക്ലാസ് കുറച്ചൊരു ഹെൽപ്ഫുൾ ആയിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ബേസിക് തുടങ്ങിയെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അവർക്കും? അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സില് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിൽ ഞാൻ ഓൾമ്യൂട്ട് കൊടുക്കത്തില്ല, കാരണം നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. മറ്റു ക്ലാസ്സിനെ പോലെയല്ല, ഇംഗ്ലീഷ് ക്ലാസ്സിലെ ഇന്ററാക്ഷൻ ആണ് ആവശ്യം. സോ ഞാൻ ഓൾമ്യൂട്ട് കൊടുക്കുന്നില്ല. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അതിനുശേഷം മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യും. അറിയില്ലെങ്കിലും എന്ത് കൊടുത്തിട്ടാണെങ്കിലും പറയാം. ഓക്കെ, അപർണ ഒന്ന് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ആണ്, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സ്ക്രീനിൽ കാണുന്നുണ്ട് എല്ലാവരും? കാണുന്നില്ലേ? ഓക്കെ, ഫസ്റ്റ് നൗൺ ആണ്. എന്താണ് നൗൺ? Noun is used as the name of a person, place, animal, things, concepts. അല്ലെ? എന്താണ് നൗൺ? എന്താണ് ഒരു നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നാമം അല്ലെ? എല്ലാവർക്കും അറിയാം നൗൺ എന്ന് പറയുന്നത് നെയിം ആണ്. അങ്ങനെ വിചാരിക്കുക. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വിളിക്കാനൊരു നെയിം ഉണ്ട്. എന്റെ പേര് അശ്വതി. അതേപോലെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ എന്താ വുമൺസ്,
വുമൺസ് അല്ലെങ്കിൽ ഗേൾസ് എന്നൊക്കെ പറയാം, ലേഡീസ് എന്നൊക്കെ പറയാം അല്ലെ. അതുപോലെ ബോയ്സ്, മെൻ എന്നൊക്കെ പറയില്ലേ നമ്മള്. സോ അതൊക്കെ കോമൺ നെയിംസ് ആണ്. അപ്പൊ എല്ലാരും എന്താണ് ഈ നൗൺ ആണ്. മാം ഈ നോട്ട് ഗ്രൂപ്പിലിടോ PDF? നാളെ ക്ലാസ് അപ്ലോഡ് ചെയ്തേ, അപ്പൊ നാളെ ക്ലാസ്സിൽ ഇടും. സ്ക്രീനിൽ കാണുന്ന എന്നിട്ട് ക്ലാസ് റൂമിൽ ഇടും. മാം ഇപ്പൊ പറയുന്നത് ഫസ്റ്റത്തെ അല്ലേ? ഇത് ഓൾറെഡി ഇട്ടിട്ടുണ്ടോ ഗ്രൂപ്പില്? ഓൾറെഡി ഇട്ടിട്ടില്ല, ഇതിപ്പോ നാളെ ഇടുള്ളൂ. ഇന്നത്തത് ഇടുവേ? ഇന്നിപ്പോ മാം പറയുന്ന എല്ലാം ഇടൂലേ? നാളെ ഒന്ന് ക്ലാസ്സിൽ എടുക്കുന്നത്, അതിന്റെ നോട്ട് നാളെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇടും. അപ്പൊ നൗൺ എന്ന് പറയുന്നതാണ് ഒരു നെയിം ആണ്. നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും നെയിം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ അനിമൽസിനേതായ പേരുകൾ, പട്ടി, പൂച്ച, ഡോഗ്, കാറ്റ് അല്ലെ, കൗ എന്നൊക്കെ പറയും നമ്മള്. അതേപോലെ ഇപ്പൊ ഒരു പ്ലേസ്, സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് കേരള അല്ലെ. അപ്പൊ ഇതെല്ലാം നെയിംസ് ആണ്. അപ്പൊ എല്ലാ നെയിമുകളും എന്താണ് നൗൺ ആണെന്ന് മനസ്സിലാക്കുക. ഏതൊരു വസ്തുവിനും നമ്മളെ പേരുണ്ട് അല്ലെ. ഒരു പേന എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. സോ പെൻ അല്ലെ. സോ അതെല്ലാം നൗൺ ആണ്. അപ്പൊ നൗൺ ക്ലിയർ അല്ല എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ മാം. ക്ലിയർ ആണ്. ഓക്കെ. Then pronoun എന്താ? Pronoun is used as a substitute for a noun to avoid the repetition of the noun. A pronoun is a word used instead of a noun. അല്ലെ. എന്താണ് ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, മീര. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലെ. മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്ദരിയാണ്. സോ നമ്മൾ പിന്നെയും പറയുന്നത് മീര ഹാസ് ലോങ് ഹെയർ, അങ്ങനെ നമ്മൾ പറയും. മീര സുന്ദരിയായ പെൺകുട്ടിയാണ്. മീരയ്ക്ക് ഒരുപാട് മുടിയുണ്ട്. മീരനെ അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ മീര എപ്പോഴും നമ്മൾ പറയുമോ? ഇല്ല. നമ്മൾ അതിന് പകരം എന്താണ് അവൾ അല്ലെ. അവൾക്ക് ഒരുപാട് മുടിയുണ്ട്, അവൾ കാണാൻ നല്ല ഭംഗിയാണ്, അങ്ങനെയല്ല പറയുള്ളൂ. അവൾ ഉപയോഗിക്കും അവിടെ. സോ അതാണ് ഈ പ്രോണൗൺ എന്ന് പറയുന്നത്. ഇവിടെ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ ശേഷം ഷീ ഹാസ് ലോങ് ഹെയർ, ഷീ യൂസ് ചെയ്തു അല്ലെ. അപ്പോ നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് പ്രോണൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതേപോലെ തന്നെയാണ് സാം ഇസ് എ ബോയ്, ഹി സ്റ്റഡീസ് വെൽ അല്ലെ. ഹി. അപ്പൊ പ്രോണൗൺ എന്തൊക്കെയാണ്? ഈ ഷീ, ഹി, യു, ഹി, ദേ ഇതൊക്കെ എന്താണ് പ്രോണൗൺസ് ആണ്. നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Yes ma'am. Clear ma'am. Yes ma'am. എന്തോ Yes ma'am. ഡൗട്ട് ആണോ? അല്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. നൗൺ പ്രോണൗൺ ക്ലിയർ ആണ്. Then verb എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിയ അല്ലെ. ഒരു പ്രവൃത്തിയാണ്, ക്രിയയാണ് verb എന്ന് പറയുന്നത്. അതില് ആക്ഷൻ verb ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ബി അതായത് സ്റ്റേറ്റ് verb. സോ ആക്ഷൻ verb ഉണ്ട്, സ്റ്റേറ്റ് verb ഉണ്ട്. സ്റ്റേറ്റ് verb തന്നെ ഈ ഓക്സിലറി verb ഉണ്ട് അല്ലെ. അപ്പൊ ആക്ഷൻ verb എന്താണ്? ഒരു സെന്റൻസിൽ ആക്ഷൻ, എന്തെങ്കിലും ആക്ഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ആക്ഷൻ verb ആണ്. സോ ആക്ഷൻ verb-ന് എക്സാമ്പിൾസ് പ്ലേ, വാക്ക്, റൺ, ഡാൻസ്, സിംഗ്. എന്ത് ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അതെന്താണ്? ആക്ഷൻ verb ആണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്ഷൻ അല്ലേ. സോ അതൊരു സെന്റൻസിൽ വരുമ്പോൾ എന്താണ്? ആക്ഷൻ verb ആണ്. എക്സാമ്പിൾ ഷീസ് ഡാൻസിങ്. ഷീസ് ഡാൻസിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു verb അല്ലെ, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. സോ ആക്ഷൻ അതേതാണ്? ആക്ഷൻ ഏതാണ്? ഡാൻസ് ആണ് അല്ലെ. അപ്പൊ അതാണ്, അങ്ങനെയൊക്കെയാണ് ആക്ഷൻ verb എന്ന് പറയുന്നത്. ഷീസ് ഈറ്റിംഗ്, കഴിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്. ഹി ഈസ് ടീച്ചിങ് ദി സ്റ്റുഡൻസ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ തന്നെയാണ്. ഓക്കെ. Then birds fly in the sky. ഫ്ലൈ, പറക്കുക, അതും ഒരു ആക്ഷൻ ആണ്. സോ അവിടെ എല്ലാം ആക്ഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ആക്ഷൻ verb എന്ന് പറയുന്നത്. Then state verb. State verb എന്താണ്? There is no action അല്ലെ. ആക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അവിടെ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പൊ he is a boy, I'm a teacher, you are a student, the sun is shining brightly അല്ലെ. I'm tired.
പറയാം ഐ എം ഹാപ്പി, ഐ എം സാഡ്, ഐ ഫീൽ സാഡ് എന്നൊക്കെ പറയില്ല. അതൊക്കെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അവിടെ ഒന്നും ആക്ഷൻസ് ഇല്ല. മനസ്സിലായോ? അപ്പൊ അതാണ് ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ക്ലിയർ ആയോ എല്ലാവർക്കും? എന്താണ് ആക്ഷൻ വേർബ് എന്നും എന്താണ് സ്റ്റേറ്റ് വേർബ് എന്നതും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മാം ഒന്നുകൂടെ പറയോ? ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഹാ, കൊള്ളാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ആക്ഷൻ എല്ലാവർക്കും മനസ്സിലായോ? ക്ലാസ്സിൽ ഇപ്പം പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. കീർത്തി, കീർത്തി എന്ന് പറയാമോ എന്താണ് ആക്ഷൻ വേർബ് എന്നും എന്താണ് സ്റ്റേറ്റ് വേർബ് എന്നും? എല്ലാവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. There is an action. കീർത്തി മനസ്സിലായത് അത് പറഞ്ഞു. ഓക്കെ, പറയൂ. Okay, there is an action. Action എന്തെങ്കിലും നടക്കുന്നതാണെങ്കിൽ, അതായത് പ്ലേ, വാക്ക്, ഡാൻസ് അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ അത് ആക്ഷൻ വെർബ്. സെന്റൻസിൽ അതുപോലെ എന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ അത് ആക്ഷൻ വെർബ് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞു ഒരു സെന്റൻസ്. ഷീസ് ഡാൻസിങ്. അപ്പൊ ഡാൻസ് ചെയ്യുന്നത് ഒരു വർക്ക് ആണല്ലോ, ഒരു ആക്ഷൻ ആണല്ലോ. ഷീസ് ഈറ്റിംഗ്, അതും ഒരു ആക്ഷൻ ആണല്ലേ മാം? അതൊരു എക്സാമ്പിൾ അല്ലേ? ദെൻ മറ്റേത് സ്റ്റേറ്റ്സ് ഓഫ് ബീയിങ് നോ ആക്ഷൻ. ആക്ഷൻ ഒന്നും ഇല്ലാത്ത സെന്റൻസുകൾ, അതായത് വർക്ക് ഒന്നും ചെയ്യാത്ത സെന്റൻസ് ആവുമ്പോ അത് എക്സാമ്പിൾ മാം ഇതിലുണ്ടായിരുന്ന റാമീസ് എ ബോയ് ഹീസ് ഹംഗ്രി. അത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം, അല്ലാതെ അതിൽ ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായി. ഓക്സിലറി വേർബ് ആണ്. ഓക്സിലറി വേർബ് നമുക്ക് വേറെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അത് ഒരുപാടുണ്ട്, അത് പെട്ടെന്ന് തീരില്ല. എന്തായാലും അതിന് കുറച്ച് കൂടുതൽ ക്ലാസ് ആവശ്യമാണ്. ഓക്കെ, ആഡ്വേർബ്. വേർബ് പറഞ്ഞു. ഈ ആഡ്വേർബ് എന്താണ്? വെർബിനെ മോഡിഫൈ ചെയ്യുന്നത് അല്ലെ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോഡിഫൈ ഓർ ഡിസ്ക്രൈബ് ദ വേർബ് അല്ലെ? വേർബിനെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ ആഡ്വേർബ് എന്ന് പറയുന്നത്. ഇവിടെ ഹി സീങ്സ് ബ്യൂട്ടിഫുള്ളി എന്നാണ് പറഞ്ഞത്. ഹി സീങ്സ് ബ്യൂട്ടിഫുള്ളി. ഇവിടെ ആഡ്വേർബ് ഏതാണ്? Beautifully. അപ്പോ ഇവിടെ ഈ സെന്റൻസില് വേർബ് ഏതാണ്? വേർബ് ഏതാണ്? സോ സിങ്സിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തു എന്നെങ്കിൽ പറയാം. ബ്യൂട്ടിഫുള്ളി കൊടുത്തു അല്ലെ? അവൻ പാടുന്നുണ്ട്. അവൻ എങ്ങനെ പാടുന്നുണ്ട്? കുറച്ചുകൂടെ നന്നായിട്ട് ബ്യൂട്ടിഫുള്ളി ആയിട്ട് പാടുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് അവിടെ വേർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്തതാണ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന വേർഡ്. സോ ബ്യൂട്ടിഫുള്ളി ആണ് എന്ത് ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, വേർബിനെ മോഡിഫൈ ചെയ്യാൻ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ഏത് വേർഡാണോ യൂസ് ചെയ്യുന്നത് ആ വേർഡാണ് എന്ത് ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പോ നെക്സ്റ്റ് വന്ന് നോക്കിയേ, ഐ ഓപ്പൺഡ് ദി ജാർ ഈസിലി. ഇതില് വേർബ് ഏതാണ്? ആഡ്വേർബ് ഏതാണെന്ന് പറഞ്ഞു. ഓപ്പൺഡ് വെർബ്. ഓപ്പൺഡ് പറയുന്നത് വേർബ് ആണ്. ഓപ്പൺ. ഈസിലി എന്ന് പറയുന്നത് ആഡ്വേർബ്. ഓക്കെ, then I wrote it carefully. Wrote verb. Carefully adverb. Yeah, wrote എന്ന് പറയുന്ന വേർബും carefully എന്ന് പറയുന്ന ആഡ്വേർബുമാണ്. ഓക്കെ, അപ്പോ ആഡ്വേർബ് എന്താണെന്ന് മനസ്സിലായി എല്ലാവർക്കും?
Yes, ma'am. Not allowed. Yes, ma'am. Clear. Okay. Then adverb. Adverb തന്നെ comparative superlative ഉണ്ട്. അപ്പൊ adverb നോക്കി fast. ഒരു word നോക്കൂ fast. അതില് comparative വരുമ്പോ faster and fastest വരും. Faster എന്ന് പറയുന്നത് comparative, fastest എന്ന് പറയുന്നത് superlative ആണ്. Okay. Late, later, latest. High, higher, highest. Hard, harder, hardest. അപ്പൊ മനസ്സിലാക്കുക. പക്ഷെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എസ് ടി ചേർക്കുന്നതൊക്കെ എന്താണ് സൂപ്പർലേറ്റീവ് ആയിരിക്കും. ER ചേർക്കുന്നതാണ് കമ്പാരിറ്റീവ് ആയിരിക്കും. ഓക്കെ. അതിന്റെ സെന്റൻസ് നോക്കിയുടെ സാറ വർക്ക്സ് ഹാർഡർ ദാൻ ടോം. കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കമ്പയറിംഗ് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല ആ വേർഡ് ശ്രദ്ധിക്കുക. ഏതാണ് ആഡ്വർബ് ഏതാണോ ആ വേർഡ് ER ചേർത്തിട്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് മനസ്സിലാവും. Superlative നോക്കിയേ. She is the most clever student in the class. She is the most clever student in the class. എന്താണ് അവിടെ മോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് അല്ലെ എസ് ടി ചേർത്തില്ല. എസ് ടി ചേർത്തിൽ എന്താണ് സൂപ്പർലേറ്റീവ് ആണ്. അതല്ലാതെ കമ്പയറിംഗ് ഉണ്ടാവില്ല. അതൊരു ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പോ അഡ്വർബും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും മനസ്സിലായോ? Yes. പറയൂ. ഒന്നുകൂടെ പറയോ? കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ടേബിൾ നോക്കൂ. അഡ്വർബ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ആദ്യം ഈ ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ മോർ ബ്യൂട്ടിഫുൾ എന്നാണ്. മോർ ബ്യൂട്ടിഫുൾ. അത് സൂപ്പർലേറ്റീവ് വന്നപ്പോ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയി. എസ് ടി ആഡ് ചെയ്യുന്നു അല്ലെ. മോസ്റ്റ്, മോർ. ആ ജസ്റ്റ് നോക്കാം. മോസ്റ്റ്, മോർ. ഹാപ്പി എന്ന് പറയുമ്പോൾ മോർ ഹാപ്പി, മോസ്റ്റ് ഹാപ്പി. ഓക്കെ. അപ്പൊ കമ്പാരിറ്റീവ് ഫാസ്റ്റർ, മോർ, ലൈറ്റർ, ഹാർഡർ, ബെറ്റർ എന്നൊക്കെ വരാം. സൂപ്പർലേറ്റീവിലാവുമ്പോൾ മോസ്റ്റ്, ഫാസ്റ്റ്, ഹൈസ്റ്റ്, ലോങ്സ്റ്റ്, ബെസ്റ്റ്. അതാണ് ഞാൻ the truck, the cycle moved faster than the car. The cycle moved faster than the car. Possible ആണ് എന്നാലും. Okay. The bicycle moved more faster than the car. ഈ സെന്റൻസ് നോക്കാം. The bicycle moved faster than the car. ഈ സെന്റൻസ് കേട്ട് എന്താ തോന്നുന്നത്? കമ്പാരിറ്റീവ് ആണോ സൂപ്പർലേറ്റീവ് ആണോ? Comparative. കമ്പാരിറ്റീവ് ആണ്. അതുകൊണ്ട് കമ്പയർ ശ്രദ്ധിക്കാം. കമ്പയർ ഉണ്ടാവും. അല്ലെങ്കിൽ ലേറ്റർ, ലൗഡർ എന്നൊക്കെ സാധനം ഉണ്ടാവും. ഓക്കെ. അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായോ? പിന്നെ സൂപ്പർലേറ്റീവ് പറയുമ്പോൾ എന്താ? ഷീ ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയാം. ഷീ ഈസ് മോസ്റ്റ്, കണ്ടോ? ഷീ ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇത് സിമ്പിൾ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും പഠിക്കണ്ട. ബേസിക് തുടങ്ങിയത് കൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞു തന്നേ ഉള്ളൂ. എക്സാമിനൊന്നും ഇല്ല. ഓക്കെ. എന്തോ ഓക്കെ. മനസ്സിലായോ? എല്ലാവരും ക്ലിയർ ആയോ? ക്ലാസ്സില് പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ആരെങ്കിലും ഇത് പറയാമോ? എന്താണ് മനസ്സിലായെന്ന് പറയാമോ? ആരാ പറയാം? ഒരു ഷോർട്ട് നോട്ടായിട്ട് ഒന്ന് പറഞ്ഞ ആരെങ്കിലും. ആരാ പറയാ? ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? ആഡ്വർബ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. അതായത് സ്റ്റാർട്ടിംഗ് വെർബ്. ഇപ്പോ ഒരു ഹൈ ആണെങ്കിൽ ആഡ്വർബ്, ഹയ്യർ ER ചേർത്തി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്, EST ഹൈയസ്റ്റ് എന്ന് വെക്കുമ്പോൾ സൂപ്പർലേറ്റീവ്. അതായത് അൾട്ടിമേറ്റ് ഏറ്റവും കൂടുതലായിട്ട് വരുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന നോക്കിയായിരുന്നു.
ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ അത് ആഡ്വർബ്. ഐ ആം മോർ ഹാപ്പി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്. അയാൾ പറയുമ്പോ അത് അഡ്വേർബ് വരില്ല. വരില്ല. ഇല്ല. കാരണം ആ ഒരു വെർബിനെയാണ് കൂടുതൽ മോഡിഫൈ ചെയ്യേണ്ടത്. കാരണം ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ വെർബില്ല, അത് സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? ഓ, വെർബിന്റെ കൂടെ വരണോ അല്ലേ? ആ, വേർബ് വേണം. സെന്റൻസിൽ വേർബ് വേണം. ആ വേർബിനെ ആയിരിക്കണം കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ആഡ്വേർബ് യൂസ് ചെയ്യാം. അതായത് സിനിമോളാണോ പേരെന്താണ്? റിനീസ. റിനീസ. റിനീസ പോയി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറച്ചുകൂടി നന്നായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പറയണം. ഇപ്പൊ റിനീസ ഐ റീഡിങ് അല്ലെങ്കിൽ ഐ റൈറ്റിംഗ് ഹാപ്പിലി, അങ്ങനെ അതെ, ഐ റൈറ്റിംഗ് ഹാപ്പിലി. ഹാപ്പിലി കേൾക്കിയാലോ? എഴുതുന്നതിന്റെ ഒരു ഇതല്ലേ. ഐ ആം റൈറ്റിംഗ് ഈസിലി പറയണം, കെയർഫുള്ളി പറയാം, അങ്ങനെയൊക്കെയല്ലേ പറയാം. ഈസിലി പറയാം, റൈറ്റിംഗ് ഈസിലി, റൈറ്റിംഗ് കെയർഫുള്ളി പറയാം. ഞാൻ വളരെ ശ്രദ്ധയോടെ എഴുതുകയാണ് എന്നല്ലേ. അപ്പോ ഐ റൈറ്റിംഗ് കെയർഫുള്ളി എന്നാണെങ്കിൽ അപ്പൊ കമ്പാരിറ്റീവ് ചെയ്യുമ്പോ ഐ റൈറ്റ് മോർ കെയർഫുള്ളി. അപ്പോ സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ഐ റൈറ്റിംഗ് മോസ്റ്റ് കെയർഫുള്ളി എന്ന് വരുമോ? വെച്ചിട്ട് കമ്പയർ ചെയ്യണം. എഴുതുന്നുണ്ട്, അപ്പൊ ഒന്ന് കമ്പയർ ചെയ്യണം. അത്രയുള്ള വ്യത്യാസം. അതും മോർ മോസ്റ്റ് ക്ലിയർ ആയിപ്പോ? ഓക്കെ, ക്ലിയർ. അപ്പൊ വേറെ ഇനി ആരാ പറയാ? പറയോ? തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതാണ് പറയാൻ ശ്രമിക്കുള്ളൂ, പറയാതിരിക്കരുത്. ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അയ്യോ തെറ്റിപ്പോകോ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ, മിസ് എന്ന് വിചാരിക്കും എന്നൊന്നും വിചാരിക്കണ്ട. ഓക്കെ, പറയൂ. ആ ഒരു കോൺഫിഡൻസ് വരണം എല്ലാവർക്കും. ഇതിന് പറയാൻ പറയുമ്പോ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് വരില്ല. ഓക്കെ, ആരാ പറയാ? ഓക്കെ മാം, രേഷ്മ. ഓക്കെ, അഡ്വേർബ് എന്ന് പറയുന്നത് വെർബിനെ സപ്പോർട്ട് ചെയ്യുന്ന, വെർബിനെ കുറച്ചും കൂടി ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അഡ്വേർബ് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ട്. കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും വെച്ച് കമ്പയർ ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ കൃഷ്ണവേണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദിയ. ഓക്കെ, സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്നുള്ള തരത്തിൽ പറയുന്നതായിരിക്കും സൂപ്പർലേറ്റീവ്. പറയുമ്പോൾ ജാസ്മിൻ ഈസ് most fragrantive flower. Yeah, yes, most fragrant. Yeah, correct. അപ്പൊ മനസ്സിലായി, ക്ലിയർ ആണ്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും ഇനി? Vidya. Yeah, okay, yeah. Adverb means to qualify the verb. Adverb can be divided into two types: superlative and comparative. Adjectives means to qualify the noun. Yeah. And comparative means to compare the one another. For example, Anju is running faster than the Manju. And then superlative degree. For example, Manju is most beautiful. Yeah. Correct. Okay, thank you. Okay. ഇനി ആരാണ്?
പറയുവാണെങ്കിലും ആരുല്ല. Good afternoon, ma'am. I'm Krishna. ഓക്കെ, Am I audible? കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാം പറയൂ. Ma'am, adverb means to modify or describe the verb. For example, tall. Adverb of two types, comparative and superlative. In the case of comparative, we use to compare two things or two persons. So tall, Raju is taller than Ramu. Then for superlative, it is the most highest. That is, Ramu is the tallest. Okay, Clear. thank you. Clear. ഓക്കെ. അപ്പൊ ഓരോരുത്തരും പറയുന്നത് അവരുടെ രീതിയിലാണ്. അവരെന്താ എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേ ഓഫ് ടീച്ചിങ് ഉണ്ട്, വേ ഓഫ് ലേണിംഗ് ഉണ്ട്. ഇത് ഞാൻ പറയുന്ന പോലെയല്ല, ഇത്രയും പേര് പറഞ്ഞപ്പോ അപ്പൊ നിങ്ങൾക്ക് എന്താ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാവും അല്ലെ? സോ ഇനി ആരാ പറയാ? മാം ഇത് 3 എണ്ണായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ലേ? എന്തോ ഇത് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി 3 എണ്ണായിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നേ? കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഉള്ളൂ. പിന്നെ ഇത് ഒരു വേർഡ് അല്ലേ? അല്ല, അത് നമ്മള് പഠിക്കുമ്പോ അങ്ങനെയല്ലല്ലോ വരുന്നേ. പോസിറ്റീവിന് വേറെ തന്നെ വരുന്നുണ്ടല്ലോ. പോസിറ്റീവ് മീൻസ് ഈ പാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് അല്ലേ? അതിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അത് തന്നെ. പക്ഷെങ്കില് ഈ ഒരു സെന്റൻസിനെ തന്നെ ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോ അത് വേറെ തന്നെയല്ലേ വരുക? എനിക്ക് മനസ്സിലായില്ല. മാം ഒരു എക്സാമ്പിൾ പറഞ്ഞാല് പോസിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ബുർജ് ഖലീഫ ഇസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി അല്ലേ വരുന്നേ? അതെ. അതിന്റെ കമ്പാരിറ്റീവ് ആക്കുമ്പോ ഇസ് ടോളർ ദാൻ എനി അതർ ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ഓക്കെ. അപ്പോ പോസിറ്റീവ് ആകുമ്പോ അത് നോ അതർ ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ഇസ് ആസ് ടോൾ ആസ് ബുർജ് ഖലീഫ വരൂലേ? അപ്പൊ അതും കൂടെ പറയണ്ടേ? പറയാം. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ പോസിറ്റീവ് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ. ഇത് ഞാനപ്പോ അത്രയും ഒരു കാര്യം എടുത്തിട്ടില്ല. പോസിറ്റീവ് നമ്മൾ എല്ലാവരും പറയുന്നതല്ലേ. അപ്പൊ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ആണ് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു നോക്കിയതുള്ളൂ. ഓക്കെ, അപ്പൊ ആരേതും പറഞ്ഞേ? നന്ദിത. നന്ദിത. നന്ദിത എന്തെങ്കിലും പറയൂ. ആഡ്വേർബ് തൊഴിൽ പറയും. എല്ലാവരും ഒന്ന് കേട്ടെ. പറയൂ, ആഡ്വേർബ് തൊഴിൽ പറയൂ. ആഡ്വേർബ് എന്ന് പറഞ്ഞാല് ഇതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട്. ഹലോ, ഓക്കെ, പറയൂ. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് എലിഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി അതർ ആനിമൽ ഇൻ ദ ലാൻഡ്. സൂപ്പർലേറ്റീവിൽ അതാവുമ്പോ എലിഫന്റ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ് ആകും. അത് തന്നെ പോസിറ്റീവിലാക്കുമ്പോ അത് വേറെ അല്ലേ വരുന്നത്? നോ അതർ ആനിമൽ ഓൺ ദ ലാൻഡ് ഇസ് ആസ് സ്ട്രോങ് ആസ് എലിഫന്റ്. സ്ട്രോങ്ങസ്റ്റ്. ദ സ്ട്രോങ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? നന്ദി പറഞ്ഞ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഈ ടേബിളിൽ കാണുന്ന 3 വേർഡ് യൂസ് ചെയ്താണ്. അപ്പോ ഞാനിതാ എക്സാമ്പിൾസ് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലാസ്സിലൊന്നും മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? പെട്ടെന്നൊരു സൈലന്റ് എന്ത് പറ്റി? മനസ്സിലാവുന്നില്ല? മാം, അത് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അതൊന്നും പറയാത്തെ. പറയൂ, മനസ്സിലായി? ക്ലിയർ ആവുന്നില്ലല്ലോ? കുറച്ചൊക്കെ മനസ്സിലായുള്ളൂ. ഓക്കെ, ഇപ്പോ ആഡ്വേർബ് എന്താണ്, കമ്പാരിറ്റീവ് എന്താണ്, സൂപ്പർലേറ്റീവ് എന്താണ് മനസ്സിലായോ?
പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോളൂ. നോ. ഇല്ല, മനസ്സിലായില്ല. സൂപ്പർലേറ്റീവോ? നിങ്ങൾക്ക് ഇത്രയും ഡൗട്ടിന്റെ ആവശ്യമില്ല. എന്താണ് ഒരു മാം അതൊന്ന് മലയാളത്തിലൊന്ന് തർജ്ജമ ചെയ്യാമോ എങ്ങനെയാന്ന് വരുമ്പോ? മലയാളത്തില് ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ പാട്ട് പാടുന്നത്. അപ്പൊ നിങ്ങൾ പറയാണ് ടീച്ചർ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ അതിന് യൂസ് ചെയ്ത് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്തു അല്ലെ? മലയാളത്തിലാണ് നന്നായിട്ട് നമ്മൾ പറയും, നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, ഇനി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എന്ന് പറയുക. നന്നായിട്ടാണ് ഇവിടെ എന്ത് ആഡ്വേർബ് എന്ന് പറയുന്നത്. മനോഹരമായി പാടുന്നുണ്ട്, മനോഹരമായി ഡാൻസ് കളിക്കുന്നുണ്ട്. ആ മനോഹരം എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയാം. ഇംഗ്ലീഷിലെ ആഡ്വേർബ് എന്ന് പറയാം. അത് ആ സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ എന്താ പറയാ? ഷീസ് ഡാൻസിങ് ബ്യൂട്ടിഫുള്ളി, ഷീസ് സിംഗിങ് ബ്യൂട്ടിഫുള്ളി. അവൾ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പൊ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ ആഡ്വേർബ് ആണ്. ഈ ഡാൻസിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത വേർഡാണ് ഈ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഷീസ് റൈറ്റിംഗ് കെയർഫുള്ളി, അവള് ശ്രദ്ധയോടെ എഴുതിയത്. അവളെ എഴുതിയെന്ന് പറഞ്ഞാലും മതി, ഷീസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാലും മതി. പക്ഷെ എന്താണ്, നമ്മൾ ആ എഴുതിനെ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു. അവൾ എന്താണ് ശ്രദ്ധയോടെ എഴുതിയത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ആഡ്വേർബ് എന്ന് പറയുന്നത്. അത് വെർബിനെ, ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനെ നമ്മളത് ആ പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആഡ്വേർബ് ക്ലിയർ ആണോ? യെസ്. ക്ലിയർ ആണ്. ആഡ്വേർബ് ക്ലിയർ ആണ്. ഓക്കെ. ദെൻ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് വരുമ്പോൾ എന്താണ്? കമ്പാരിറ്റീവ് ആഡ്വേർബ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക കമ്പയർ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും പെർസെപ്ഷനെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഹാർഡർ, സ്മോളർ, ടോളർ ഇതൊക്കെ യൂസ് ചെയ്യുള്ളൂ പൊതുവെ. ഇപ്പൊ നിങ്ങളൊന്നും കമ്പയർ ചെയ്തു, അവൾ എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൾ എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എങ്ങനെയാ പറയാ? He is studying more than me. അതേ വേണ്ട. അവള് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, അധ്വാനിച്ച് പഠിക്കുന്നുണ്ട്. എന്താ പറയാ? She studied harder than me. എന്നേക്കാൾ കഷ്ടപ്പെട്ടവൾ പഠിക്കുന്നുണ്ട് അല്ലെ? She studies harder than me. അവിടെ ഹാർഡർ എന്നുള്ള വാക്കാ യൂസ് ചെയ്തത് അല്ലെ? ഹാർഡസ്റ്റ് എന്നുള്ള വാക്ക് അവിടെ യൂസ് ചെയ്യില്ല കേട്ടോ. ഹാർഡർ എന്നൊക്കെ വരുള്ളൂ. ഹാർഡർ. പിന്നെന്താണ്? ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മീ. അവളെ കാണാൻ എന്നേക്കാൾ ഭംഗിയുണ്ട്. അങ്ങനെയൊക്കെ പറയാം. അപ്പൊ മോർ അവിടെ യൂസ് ചെയ്ത മോർ. ആ സമയം നമ്മൾ അത് അവിടെ ആ സെന്റൻസ് കമ്പയർ ചെയ്യുന്നതാണ്. അവിടെ എന്നേക്കാൾ നന്നായിട്ടുണ്ട്, അവർക്ക് എന്നേക്കാൾ ഭംഗിയുണ്ട് നമുക്ക് കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് ആഡ്വേർബ്. അപ്പൊ ആ ആഡ്വേർബിന്റെ വേർഡ് മാത്രം നോക്കിയാൽ മതി. മോർ യൂസ് ചെയ്യുക, ഹാവർ യൂസ് ചെയ്യുക, ഓക്കെ, ലോങ്ങർ യൂസ് ചെയ്യുക, സ്ട്രോങ്ങർ യൂസ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ. സൂപ്പർലേറ്റീവ് വരുമ്പോ എന്താണത്? അവളെ എന്നേക്കാൾ ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ് ആണ്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞേ. She's most beautiful. She's beautiful. She's most beautiful girl in the class വേണമെങ്കിൽ പറയാം. അവളെ ക്ലാസ്സിലെ ക്ലാസ്സിലുള്ളവരെക്കാൾ ഭംഗി അവളെ. She's most beautiful in the class. അല്ലെങ്കിൽ she's most beautiful girl I have ever seen. അങ്ങനെ പറയാം. മനസ്സിലായോ? അപ്പൊ മോസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങള് ഇങ്ങനെ കുറെ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് തലമുറയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി. ഏതെങ്കിലും സെന്റൻസിൽ കമ്പയറിംഗ് കമ്പാരിറ്റീവ് ആണ്. എന്തോ
രണ്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ നമ്മൾ രണ്ട് വസ്തുക്കളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെയാണോ? നമ്മൾക്ക് എന്തെങ്കിലും ഒരു കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേർഡ് ആഡ്വേർബ് ഫസ്റ്റ് നിങ്ങൾ ഒരു സെന്റൻസ് കാണുമ്പോ അത് മനസ്സിലാക്കുക, അത് ആഡ്വേർബ് ആണോ എന്ന് മനസ്സിലാക്കുക സെന്റൻസിൽ. അത് വെർബിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് ആഡ്വേർബ് വേർഡ്. ഓക്കെ, നിങ്ങൾ സെക്കൻഡ് ആഡ്വേർബ് അവിടെ നിൽക്കട്ടെ. ഈ അഡ്ജക്റ്റീവ് ഒന്ന് നോക്കിയേ, അതിനുശേഷം ഞാൻ കുറച്ച് സെന്റൻസ് തരാം, അപ്പൊ നിങ്ങൾ കൺഫ്യൂഷനിലാ മാറും. അഡ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ് എന്ന് പറയും. ഞാൻ ഇപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? നമ്മൾ പറഞ്ഞു വെർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ അഡ്ജക്റ്റീവ് എന്താണെന്ന് അറിയോ? നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഈ അഡ്ജക്റ്റീവ്. മനസ്സിലായോ? ആഡ്വേർബ് എന്ന് പറയുന്നത് വെർബിനെ മോഡിഫൈ ചെയ്യുന്നതും അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ മോഡിഫൈ ചെയ്യുന്നത്. വെർബ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യുന്നതാണ് ഈ ആഡ്വേർബ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ തന്നെ പറയുന്നതാണെങ്കിൽ എന്ത്, അത് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ നോക്കേ, സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നില്ല. ഉണ്ട് കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. മാമിനെ കാണുന്നില്ല. മാമിനെ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് കാണുന്നുണ്ട്. മാമിനെ കാണുന്നുണ്ട്, സ്ക്രീന് കാണുന്നില്ല. ആ മാമിനെ കാണുന്നുണ്ട്, സ്ക്രീൻ കാണുന്നുണ്ട്, മാമിനെ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ട്. അഡ്ജക്റ്റീവ് കമ്പാരിറ്റീവ് കാണുന്നുണ്ട്. എന്തെങ്കിലും ഉറപ്പിക്കോ? കാണുന്നുണ്ടോ ഇല്ലയോ? കാണുന്നുണ്ട്, ചിലർക്ക് കാണുന്നില്ല. ഇല്ല, കാണുന്നില്ല. വെർബം നോൺ വെർബൊക്കെ എഴുതിയ സ്ക്രീൻ കാണുന്നില്ല, മാമിനെ മാത്രമേ കാണുന്നുള്ളൂ. സ്ക്രീന് കാണുന്നുണ്ട്, മാമിനെ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ട്, മാഡത്തിന് കാണത്തില്ലേ? ഇല്ല. പലർക്കും പല രീതിയില. ആണോ? പക്ഷെ ഇവർക്ക് എന്നെ കാണാം, സ്ക്രീൻ കാണുന്നില്ല, അങ്ങനെയാണോ? സ്ക്രീനാണ് കാണാത്തത്. മാമിനെ കാണുന്നുണ്ട്, സ്ക്രീനാണ് കാണാത്തത്. ഓക്കെ ഓക്കെ. കഴിഞ്ഞൊരു ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ മാം, കാണുന്നുണ്ട്. ക്ലിയർ ആയോ? യെസ് മാം. യെസ് മാം, കാണാം. ഓക്കെ, അപ്പോ അഡ്ജക്റ്റീവ് എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെ മോഡിഫൈ ചെയ്യുന്നത്, അതായത് നമ്മളെ തന്നെ. മനസ്സിലായോ? അതായത് മീര ഈസ് എ സ്മാർട്ട് ഗേൾ. എക്സാമ്പിൾ നോക്കാം. മീര ഈസ് എ സ്മാർട്ട് ഗേൾ. മീര ഒരു സ്മാർട്ട് ഗേൾ ആണെന്നാ പറഞ്ഞത്. അപ്പൊ അവളെ തന്നെയാണ് എന്ത് മോഡിഫൈ ചെയ്തത്, അല്ലെ? ആ ഒരു വ്യക്തിയെയാണ് അവിടെ മോഡിഫൈ ചെയ്തത്, അല്ലേ? ആണോ അല്ലയോ? സ്മാർട്ട് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. അല്ല, സ്മാർട്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്. അതെന്താണ്? ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ എന്താണ് മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ഓക്കെ,
അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പേഴ്സണെയോ ഒരു തിങ്കിനെയോ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആഡ്വേർബ് എന്ന് പറയുന്നതോ ആരോ ചെയ്യുന്ന പ്രവൃത്തി അല്ലെ, ആണെങ്കിൽ അതിന്റെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്റെ ആഡ്വേർബ് എന്ന് പറയുന്നത്. രണ്ടും ക്ലിയർ ആണ് ഇപ്പോ? ഓക്കെ മാം, ക്ലിയർ ആയി. ക്ലിയർ അല്ലേ? അപ്പൊ മ്യൂട്ട് ചെയ്യും. ഇതിലും കമ്പാരിറ്റീവ് ഉണ്ട്. ഇതിലും കമ്പാരിറ്റീവ് നോക്കിയേ. He sang the song better than others. So ഇത് തെറ്റാണ്. ഫസ്റ്റ് എക്സാമ്പിൾ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇതും ഓക്കെ തെറ്റാണ്. ഫസ്റ്റ് എക്സാമ്പിൾ കണ്ടോ? He sang song better than others. He sang the song better than others. ഇത് ഏത് സെന്റൻസ് ആണ് എന്ന് പറഞ്ഞേ. അഡ്ജക്റ്റീവ് ആണ് ആഡ്വേർബ് ആണോ? അതോ കമ്പാരിറ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആണ് ആഡ്വേർബ് ആണ്? അഡ്ജക്റ്റീവ്. adverb. Adverb ആണ്. adverb അല്ലേ? പാടിയത് നന്നായി പാടി എന്നല്ലേ പറയുന്നത്? അപ്പൊ adverb ആണ്. Adverb. ഫിക്സ് ചെയ്തോ? എന്താണ് adverb? adverb ആണ്. അപ്പൊ മിസ്റ്റേക്ക് ആണ്. കാരണം അഡ്ജക്റ്റീവ് വന്നു. അപ്പൊ അത് ആഡ്വർബ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ആഡ്വർബ് എന്താണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ അവൻ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? ആ പാട്ടെന്ന് പറയുന്നത് വെർബാണ് അവിടെ. മനസ്സിലായോ? ഇപ്പൊ സെക്കൻഡ് എക്സാമ്പിൾ നോക്കി ഇവിടെ. ഹീസ് മോർ ഇന്റലിജന്റ് ദാൻ സാം. ഹീസ് മോർ ഇന്റലിജന്റ് ദാൻ സാം. പറയൂ. ഇത് ആഡ്വർബ് അല്ല. അഡ്ജക്റ്റീവ് ആണ്. കാരണം അവനെ കുറിച്ചാണ് പറയുന്നത്, വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അവിടെ കമ്പയർ ചെയ്ത് കണ്ടോ? മോർ ഇന്റലിജന്റ് അല്ലേ? മോസ്റ്റ് പറയില്ല കേട്ടോ, മോറാ പറയുള്ളൂ. അപ്പൊ ഹീസ് മോർ ഇന്റലിജന്റ് ദാൻ സാം. ദെൻ അലക്സ് ഈസ് ടോളർ ദാൻ സാമുവൽ. കണ്ടോ? ആ വ്യക്തിയെ തന്നെയാണ് കമ്പയർ ചെയ്തത്, അല്ല വ്യക്തിയെയാണ് മോഡിഫൈ ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പയർ ചെയ്തപ്പോൾ എന്താണ്? കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഹി ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ. അവനാണ് എല്ലാവരെക്കാളും ടോളസ്റ്റ് ആണ്. ദിസ് ചെയർ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ. അല്ലെ, ഈ ചെയർ മോസ്റ്റ് എക്സ്പെൻസീവ് ആണ് അല്ലെ? വളരെ കൂടിയതാണ്. അപ്പൊ എന്താണ്? ആ ചെയറിനെ കുറിച്ചാണ് പറഞ്ഞത്. അതൊരു തിങ് ആണ്, ഒരു വസ്തുവാണ്. ആ വസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? Then this is the coldest place in the country. എന്താണ്? ഏറ്റവും തണുപ്പേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ് എന്ത്? ഇത്. അപ്പൊ എന്താണ്? വസ്തുവോ പ്ലേസോ എന്തെങ്കിലും ആവട്ടെ, അതിനെ കുറിച്ച് പറയുമ്പോഴാണ് എന്ത്? ഇത് അഡ്ജക്റ്റീവ്. ഓക്കെ, അഡ്ജക്റ്റീവ് ആണ്. She is the best singer in the class. അങ്ങനെ അത് കറക്റ്റ് ആണ്, അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്നും അഡ്വർബ് എന്താണെന്നും ഇപ്പൊ ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടല്ലേ? കൺഫ്യൂഷൻ ആയോ? ഓക്കെ മാം. കൺഫ്യൂഷൻ ആയി, കുറച്ചു പേർക്ക് കൺഫ്യൂഷൻ ആയി. കൺഫ്യൂഷൻ ആയി എല്ലാവർക്കും? ആണോ? പറയൂ, ഓപ്പൺ ആയിട്ട് പറയൂ. ആയി മാം. മനസ്സിലായിരിക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരും. ഇപ്പൊ കുറച്ചുകൂടെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ നിങ്ങൾക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് അല്ലാണ്ടോ? എക്സാമിൽ ഇല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിന്. ഓക്കെ, അപ്പൊ ബേസിക് ആയതുകൊണ്ട് ഇതൊക്കെ എടുത്തതേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് വരാം, നോക്കിയിട്ട് വരാം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ സോൾവ് ആവും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഞാൻ എടുക്കുന്ന ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് അല്ല, ഇംഗ്ലീഷ് ഉണ്ടാവുമോ? എക്സാമിന് ഇംഗ്ലീഷ് ഉണ്ടാവില്ല. സമാധാനം അറിയില്ലേ?
ഒരു കാര്യം ചെയ്യൂ, ഈ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും അധികം നോക്കണ്ട. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴും അതിന്റെ ആവശ്യം പൊതുവെ വരാറില്ല. ശരിയല്ലേ? ആഡ്വേർബ് എന്താണ്, അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ? അത് മതി. ഒരു കാര്യം ചെയ്യൂ, ആഡ്വേർബും അഡ്ജക്റ്റീവിനും കുറച്ച് എക്സാമ്പിൾസ് എഴുതിയില്ലേ എല്ലാവരും? നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് എക്സാമ്പിൾസ് ഒന്ന് എഴുതിയേ. എഴുതുന്നുണ്ടോ? Adjective, adverb, she is dancing beautifully. Yeah. Adverb, adjective എന്ന് പറയുമ്പോൾ she is beautifully. She is a good girl. She is a smart girl. അല്ലേ? She is a mallu girl എന്നൊക്കെ പറയില്ല നമ്മള്. She is a beautiful girl. Yeah. വ്യത്യാസം മനസ്സിലാക്കാം. Then adverb modifies the verb. She is running fastly. Yeah. Adjective എന്ന് പറയുമ്പോൾ modifies the noun. അത്രേ ഉള്ളൂ വ്യത്യാസം. Okay, take your notebook and write down the heading. Take your notebook. He worked some quickly. He worked some quickly. ആ വേർഡ് സെന്റൻസ് തെറ്റാണല്ലോ. നോട്ട്ബുക്ക് എടുത്തോ എല്ലാവരും? എടുത്തോ? Yes. ഏത് വേർഡ്? Adverb. Adverb. Modifies the verb. അത് മാത്രമേ അറിയണ്ടു. It is modify the verb. It is used to modify the verb. It is used to modify the verb. The verb in the middle is underline ചെയ്യാം. Modify the verb. അത് ആ adverb എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാം. add verb. add verb. adverb. Okay, modify ചെയ്യുന്നതാണ്. അത് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് എഴുതി. ഇപ്പോ നിങ്ങൾ പറയൂ, she is walking slowly. നമ്മൾ പയ്യാണ് നടക്കുന്നത്. She is walking slowly. She is walking slowly. Then he ran quickly. He ran quickly. ഇനി വേറെ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞേ. She dancing slowly. She's dancing. He is beautifully. It is raining heavily. എന്തോ? It is raining heavily. കേൾക്കുന്നില്ല. സൗണ്ട് പറയോ? She is eating fastly. She is eating fastly. Yeah. He is sleeping deeply. Shamsia. She cooks very tasty. Yeah, she cooks very tasty. Yeah. He is studying smartly. Striving carefully. Yeah, he's striving carefully. Okay. She is singing very well. No, Rahul. കേട്ടില്ല. കുറച്ച് സൗണ്ടിൽ പറയൂ. She is singing very well. She is singing very well. She's swimming very well now. Singing Swimming very well.
പാട്ട് പാടുന്നു. സിംഗിങ് വരും. She is studying smartly. Okay. അപ്പൊ എല്ലാവർക്കും adverb clear ആണ്. Baby is crying loudly. അപ്പൊ adverb clear ആണ്. Examples എല്ലാവരും എഴുതി. Okay. Then adjective എഴുതും. Adjective. It is used to modify. It is used to modify a noun. It is used to modify a noun. Yeah, nounൽ മോഡിഫൈ ചെയ്യുന്നതാണ് എന്ത് adjective എന്ന് പറയുന്നത്. Adjective, it is used to modify a noun. എഴുതി. Examples ഒന്ന് എഴുതിയേ. Adjective examples. She singing beautiful. അയ്യോ അത് adjective ആണോ? അതല്ല, she singing beautiful. She is beautiful. She is smart girl. She is a smart girl. She is a smart girl. പറയാം. She is Beautiful girl. She is beautiful girl. Yeah, she is beautiful girl. She is smart girl. Ramu is stronger boy. Strong boy. Yeah, Ram is strong boy. He is a brave boy. Yeah, okay. Then he is a fast driver. No, yeah, he is a fast driver. Okay. He is very handsome. Yeah. He is very intelligent. She is very intelligent. Then I have a blue umbrella. എനിക്കൊരു ബ്ലൂ അംബ്രല്ല ഉണ്ട്. കളർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യുന്നല്ലേ? അംബ്രല്ലിനെ മോഡിഫൈ ചെയ്തല്ലേ കളർ പറഞ്ഞ്. അല്ല എനിക്ക് പറയാം എനിക്കൊരു കുടയുണ്ടെന്നല്ലേ പറയാം. I have a umbrella എന്ന് പറയാം. പക്ഷെ എന്ത് ഞാൻ I have a blue umbrella എന്ന് പറഞ്ഞു. ബ്ലൂ എന്ന് പറയുമ്പോൾ മോഡിഫൈ ചെയ്താണ്. അംബ്രല്ലയെ മോഡിഫൈ ചെയ്താണ് ബ്ലൂ യൂസ് ചെയ്തത് അല്ലേ? I am eating delicious food. I am Eating delicious food. I am eating എന്ന് പറയുന്നത് ആക്ഷൻ അല്ലേ? Eating delicious food വരും. വരില്ല. No, it is a delicious food വേണമെങ്കിൽ പറയാം. ആ ഫുഡിനെയാണ് delicious പറഞ്ഞത്. മനസ്സിലായോ? I have a nice bud. I have a nice bud. Okay. മാം Then എന്താ? മാം എന്തോ? ഒരു സെന്റൻസ്, ഒരു സെയിം സെന്റൻസ് തന്നെ അതിന്റെ ആഡ്വർബും മൊത്തം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാവേ. ഹീസ് ഡ്രൈവിംഗ് ഫാസ്റ്റ്ലി. He driving fastly. ഹി ഡ്രൈവിംഗ് ഫാസ്റ്റ്ലി. ഓക്കെ. ഹി ഡ്രൈവിംഗ് ഫാസ്റ്റ്ലി ഇതൊരു ആഡ്വർബ്. Adverb ആണ്. Yeah. അപ്പോ ഇത് ഈ ആഡ്വർബ് കമ്പാരിറ്റീവ് ആവുമ്പോ ഹീസ് ഡ്രൈവിംഗ് മോർ ഫാസ്റ്റർ ദാൻ ഹിസ് ഫാദർ. ഓക്കെ ആണോ? Okay ആണ്. അപ്പോ ഇതേ സെന്റൻസ് സൂപ്പർലേറ്റീവ് വരുമ്പോ ഹീസ് ഡ്രൈവിംഗ് എങ്ങനെ വരും? Most. ഫാസ്റ്റർ ദാൻ ഹിസ് ഫാദർ എന്നോ അങ്ങനെയോ? ഇല്ല fastest. ഫാസ്റ്റസ്റ്റ്. ഓക്കെ. ഹി ഈസ് ഡ്രൈവിംഗ് മോസ്റ്റ് ഫാസ്റ്റസ്റ്റ്. അല്ല most അല്ല. Fastest മാത്രം. He is driving fastest. ഹീസ് ഡ്രൈവിംഗ് ഫാസ്റ്റസ്റ്റ്. ഓ അതാണ് അതിന്റെ സൂപ്പർലേറ്റീവ്. Yeah. ഓക്കെ. വേറൊരു നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചില്ലേ? അതിൽ പറയുമ്പോ ഷീസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. Yeah. അതിന്റെ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ സിസ്റ്റർ. അപ്പൊ അതിന്റെ സൂപ്പർലേറ്റീവ് നമ്മൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയോ? അങ്ങനെയാണോ? അങ്ങനെയാണ് മോസ്റ്റ് യൂസ് ചെയ്തത്. ഓക്കെ. അതൊരു കൺഫ്യൂഷൻ. ഇപ്പോൾ ആഡ്വർബിലും നമ്മൾ സൂപ്പർലേറ്റീവിലോട്ട് പോകുമ്പോ ഹി ഡ്രൈവിംഗ് ഫാസ്റ്റസ്റ്റ് അല്ലേ?
ഫാസ്റ്റസ്റ്റ് പക്ഷെ ഇത് മിസ്റ്റേക്ക് ആണ്. ഫാസ്റ്റസ്റ്റ് അങ്ങനെ സെന്റൻസ് വരില്ല അല്ലെ? അതാ ഞാൻ ചോദിച്ചത്. എനിക്കത് ഒരു എന്തോ ഒരു റോങ് തോന്നി. ഭംഗിയല്ല. ആ അപ്പൊ ആ വേർഡ് നമ്മൾ സൂപ്പർലേറ്റീവിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കൺവേർട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അങ്ങനെ ആ ഫാസ്റ്റസ്റ്റ് എന്നുള്ള വേർഡ് കറക്റ്റ് ആയിട്ട് വേണ്ട. എന്താ റിലീസ് സംഭവം മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ ഓക്കെ മനസ്സിലായി. സംസാരിക്കാനൊന്നും ഇതിന്റെ ആവശ്യം വരാൻ ചാൻസ് ഇല്ല. ഇൻട്രാക്ഷനിലൊന്നും വരില്ല. ഞാൻ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് എടുത്തത് കൊണ്ട് ഇത് കൂടെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചത്. ഇത്രേ ഉള്ളൂ. അപ്പൊ അഡ്ജക്റ്റീവ് അഡ്വേർബ് ഒന്നിന്റെ ക്ലാസ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അതെ അതെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.